മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച തുക 110 കോടി കടന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പലതുള്ളി പെരുവെള്ളം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുകയാണ് വയനാടിനായുള്ള ആളുകളുടെ സഹായ പ്രവാഹങ്ങൾ. ഒരു രാത്രി കൊണ്ട് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ നാടിന്റെ സ്വപ്നങ്ങളെ തിരികെ പിടിക്കാൻ ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ ഓരോരുത്തരും നൽകിയ സഹായം ഇപ്പോൾ പലതുള്ളി പെരുവെള്ളം പോലെ പെരുകുകയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച തുക ഇതിനോടകം തന്നെ 110 കോടി കടന്നു. കൊച്ചുകുട്ടികളുടെ സമ്പാദ്യക്കുടുക്ക മുതൽ വൻകിട വ്യവസായികളുടെ വരെ കൈയച്ചുള്ള സംഭാവനയിലൂടെയാണ് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ 100 കോടി രൂപയ്ക്ക് മുകളിൽ സമാഹരിക്കാനായത്. സർക്കാർ ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളത്തിന്റെ വിഹിതം കൂടി വരുന്നതോടെ വയനാടിന് വേണ്ടിയുള്ള പ്രത്യേക ഫണ്ട് ഇനിയും ഉയരും. ഒരു രാത്രി ഉറങ്ങി എണീറ്റപ്പോൾ കേരളം കേട്ടത് ഉരുൾപൊട്ടിയുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ 2 ഗ്രാമങ്ങൾ നാമാവശേഷമായ നടുക്കുന്ന വാർത്തയായിരുന്നു. സഹജീവികളുടെ സങ്കടം കണ്ട് മനംനൊന്ത ജനത ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ തടസ്സവാദങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് ചെറുതും വലുതുമായ സംഭാവനകൾ നൽകുകയായിരുന്നു. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടിയ ജൂലൈ 30-നാണ് ദുരന്തബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകാൻ അഭ്യർത്ഥന വന്നത്. മഹാപ്രളയത്തെയും കോവിഡ് മഹാമാരിയെയും ഒറ്റക്കെട്ടായി നിന്ന് അതിജീവിച്ച കേരളത്തിന്റെ മാതൃക വയനാടിന്റെ കാര്യത്തിലും സംഭവിച്ചു. കേരളത്തിനു പുറമെ തമിഴ്നാട്, കർണാടക, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം സംഭാവനകൾ എത്തി. ലഭിച്ച പണത്തിനപ്പുറം ദുരന്തം നേരിടുന്നതിൽ കേരളം ഒറ്റയ്ക്കല്ല എന്ന മഹത്തായ മാനവികതയുടെ സന്ദേശമാണിത് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ 100 കോടി പിന്നിട്ട ദുരിതാശ്വാസ നിധി സർക്കാർ പൊതുമേഖലാ ജീവനക്കാരുടെ ശമ്പള വിഹിതം കൂടി വരുന്നതോടെ കുറഞ്ഞത് 500 കോടി കവിയും. അതേസമയം തന്നെ ലഭിച്ച പണത്തിന്റെ സുതാര്യമായ വിനിയോഗം സർക്കാരിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. വയനാടിനു വേണ്ടി ഒന്നിച്ചവർ അർപ്പിച്ച വിശ്വാസം കാത്തുകൊണ്ട് ദുരന്തബാധിതർക്കായി സമഗ്രമായ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാരിനായാൽ അതും കേരള മോഡലായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തും.